മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം നിലമ്പൂരിലെ കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജഡ്ജായിട്ടുള്ള സാറ ഫാത്തിമയ്ക്ക് മുൻപിലാണ് അൻവറിനെ ഹാജരാക്കുക. അതിലേക്കായിട്ടാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ജഡ്ജിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുക. രാത്രി അറസ്റ്റ് ആവശ്യമുണ്ടായിരുന്നു. മുസ്ലിം വിരുദ്ധത നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ജാമ്യത്തിന് ശ്രമിക്കും. ജാമ്യത്തിന് നാളെ കോടതിയിൽ ശ്രമിക്കും. ഇന്ന് ഈ പാതിരാത്രിക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പുകളല്ല. പിന്നെ ഇതിന് വക്കീലെ കൊടുത്ത് നിർത്തിയിട്ട് നമ്മൾ ഫോളോ ആവേണ്ട കാര്യമില്ലല്ലോ. നാളെ രാവിലെ കോടതിയിൽ കൊടുക്കും. പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് എൻ്റെ അറസ്റ്റ്. അത് മനസ്സിലാക്കിയാൽ മതി. RSS എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കുക, അത്രേ ഉള്ളൂ. ജാമ്യം നിൽക്കുക മജിസ്ട്രേറ്റ് എന്ത് തീരുമാനമെടുക്കും നമുക്ക് അറിയില്ല. തീർച്ചയായിട്ടും കോടതിയിൽ സമർപ്പിക്കും. ഇത് ഇങ്ങനെ ഒരു രാവിലെ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അറസ്റ്റിലേക്കൊക്കെ പോകുന്നത് താങ്കൾ പ്രതീക്ഷിച്ചു? ഒരിക്കലും പ്രതീക്ഷിച്ചു. ഇങ്ങനെ എത്രയോ സമരങ്ങൾ ഇവിടെ നടക്കുന്നതല്ലേ. ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി വളരെ ഒരാൾ മരിച്ചിട്ട് ഒരാളല്ല ഈ 9 ദിവസം കൊണ്ട് 6 ആൾ മരിക്കും. ഇനി ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം 2 മാസം ഞാൻ ജയിലിൽ കിടന്നാൽ ഈ മരണമെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടോ? അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈ വിഷയമൊന്ന് സീരിയസ് ആയി ജനങ്ങളും സർക്കാരും കൺസിഡർ ചെയ്യോ? അങ്ങനെയെങ്കിൽ ഈ മലയോര മനുഷ്യർക്ക് ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന്. കിട്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ആവശ്യമായി വന്നത്. അതിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായി ജയിലിലടക്കാനുള്ള ആവശ്യമായ വകുപ്പിടാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പം ജയിലിൽ കിടക്കാൻ പാകത്തിന് ജാമ്യം കിട്ടാത്ത ആ വകുപ്പുകൾ ചേർത്ത് സ്വാഭാവികമായിട്ടും പോലീസിനെ ചെയ്യേണ്ടി വരും. ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ കണ്ടത് പോലീസ് വലിയൊരു ബലപ്പെടുത്താണ്, ഒരു മൽപ്പിടുത്തം ഞങ്ങളൊക്കെ നേരിട്ടു. അത്രയൊരു മൽപ്പിടുത്തമൊക്കെ ഒരു MLA അറസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടോ? അതിപ്പോൾ ദാവൂദ് ഇബ്രാഹിം അല്ലേ, മറ്റേ വീരപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ഭീകരത സൃഷ്ടിക്കുക. പിണറായിക്കെതിരെ പറഞ്ഞാൽ PV അൻവർ MLA സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയോ? നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോ എന്ന് ഇവിടെ ഈ നാട്ടിൽ പ്രതികരിക്കുന്ന സംസാരിക്കുന്ന ജനപ്രതിനിധികളായാലും പൊതുപ്രവർത്തകരായാലും അവർക്കുള്ള ഒരു ഭീഷണിയാണിത്. അതുകൊണ്ടല്ലേ ഇത്ര വലിയ പോലീസ് സന്നാഹം. എനിക്കൊരു നോട്ടീസ് തന്നാൽ ഞാൻ പോയി അറസ്റ്റ് വരിക്കില്ലേ? എന്തിനാ എത്ര വലിയ ഭീകരത ഈ പാതിരാത്രിയിൽ? എന്ത് കൊലക്കുറ്റ ചെയ്തിട്ടുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിപ്പെടുത്തുക, ഭീതിപ്പെടുത്തുക. മുസ്ലിം സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇന്നിപ്പോൾ മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഇടപെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളോട് പിണറായി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 3.5 കൊല്ലമായിട്ട് എടുക്കുന്ന നിലപാട്, എസ്പെഷ്യലി മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങളെ പൂർണ്ണമായും വർഗീയവാദികളെന്നല്ല പറഞ്ഞത്. പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്തവർ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുകയും അതിനെ മുഖ്യമന്ത്രി എൻഡോസ് ചെയ്യുകയും ചെയ്യുന്ന ഈ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. KPCC പ്രസിഡന്റ് താങ്കൾക്ക് പിന്തുണമായ രംഗത്തെത്തിയിരിക്കുന്നു. ഒരു ഉന്നത ഗൂഢാലോചന ഫലമാണ് ഈ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഉറപ്പല്ലേ? ആ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര നേതൃത്വവും ആലോചിച്ചിട്ട് ഇവിടെ മുസ്ലിം മൈനോറിറ്റിയിലെ ലീഡേഴ്സിനെ ഇല്ലായ്മ ചെല്ലാൻ, കേസിൽ കൊടുക്കാൻ, ജയിലിലടക്കാൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. അത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്തും മുസ്ലിം ഭീകരത പറഞ്ഞ് ആളുകളുടെ ഉള്ളിലാക്കി. എന്നെ ഇപ്പോൾ ഭീകരനാക്കിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പേരെന്താ? PV അൻവർ. അപ്പം അത് തന്നെയാണ് ഈ പിണറായി ഗവൺമെൻറ് ഇവിടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും മുസ്ലിം വിരുദ്ധത കാണിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒപ്പം കോൺഗ്രസിന്റെ നേതാക്കൾ, ലീഗിന്റെ നേതാക്കളൊക്കെ താങ്കളുടെ ഇതിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഒരു MLA ഇങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ UDFന്റെ ഒരു നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങൾ നോക്കിക്കാണുന്നൊരു വിഷയമാണ്. ഇത് രാഷ്ട്രീയമല്ല. ഞാനൊരു ജനകീയ യാത്രയാണ് നടത്തിയത്. ഞാൻ DMKയുടെ പേരിലല്ല നടത്തിയത്. ഈ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും ബാധിക്കുന്നൊരു വിഷയം. എല്ലാവരെയും ക്ഷണിച്ചു, UDFിലെ മുഴുവൻ നേതാക്കളെയും, വിവിധ പാർട്ടിയിലെ ഇവിടുത്തെ സാമൂഹിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ തന്നെ കർഷക സംഘം, ഇവരൊക്കെ സഹകരിച്ചില്ലേ? തിരുമേനിമാർ ആ ജാഥയിലേക്കാണ് ക്ഷണിച്ചത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വന്യജീവി നിയമ ഭേദഗതി, വന്യജീവി ആക്രമണം, സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങനെ എടുക്കണമല്ലോ. പ്രതിപക്ഷത്തിന്റെ പിന്തുണ അല്ല, അതൊന്നും ഇപ്പൊ പറയാനായിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പോഴത്തെ വിഷയം എന്താണ്? ഈ അറസ്റ്റ് ഭീകരതയും ഈ ജയിലിലടക്കാനുള്ള അവരുടെ ധൃതിയാണല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അല്ല, വേറെ എന്ത് കേസാണ് നിങ്ങൾക്ക് തന്നെ അറിയല്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഞാൻ ആ DF ഓഫീസിൽ പോയി പ്രതിഷേധം നടത്തി അവിടെ ഇരുന്നു. പ്രവർത്തകർ അവിടെ കല്ലെറിഞ്ഞു, അതിൻ്റെ അകത്ത് കയറി. ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇത്രയും ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾക്ക് വികാരം ഉണ്ടാവില്ലേ? സാധാരണ ഇങ്ങനത്തെ സംഭവത്തിന് എന്താ ചെയ്യുക? റോഡ് പോയി ബ്ലോക്ക് ചെയ്യും. എന്താ കാര്യം?
ആ യാത്ര ചെയ്യുന്ന മനുഷ്യരെ കൂടി കഷ്ടപ്പെടുത്തുന്നവർക്ക്. അപ്പോൾ ആ റോഡ് ബ്ലോക്ക് ചെയ്യൽ ഒഴിവാക്കിയിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്കല്ലേ പോകേണ്ടത് ഫോറസ്റ്റുകാർ ചെയ്ത കുറ്റത്തിന്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട്